ശ്രീ ഹെൻറി ഓസ്റ്റിൻ, നമുക്ക് കാർഷിക മേഖല മാത്രം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 5 ഇരട്ടിയാണ് ഉയർന്നത്. ഒരുപക്ഷെ നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ 2015 സാമ്പത്തിക വർഷത്തിൽ 22,652 കോടി രൂപയായിരുന്നു. അത് ഈ സാമ്പത്തിക വർഷം 2024 എത്തുമ്പോൾ അത് 1.15 ലക്ഷം കോടി രൂപയായി വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ബജറ്റിലും ഇതേ നയം തുടരാൻ സാധ്യതയുള്ളതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫാമർ ഡിസ്ട്രസ് നമ്മൾ കണ്ടാണല്ലോ. കാർഷിക മേഖലയിൽ ഇപ്പോഴും ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും റിയൽ ഫാർമർ ഇൻകത്തിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മളെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ഗ്രോത്ത്, അതിന്റെ സ്റ്റഡീസ് ഇപ്പൊ നമ്മുടെ നീതി ആയോഗിന്റെ പുറത്ത് വന്നിട്ടുള്ളത്. ഞാൻ ചെറിയ കണക്ക് ഉദ്ധരിക്കാം. 2004-5 മുതൽ 2011-12 വരെയുള്ള കാലയളവിൽ റിയൽ ഫാർമർ ഇൻകം ഗ്രോത്ത് 7%, പോസിറ്റീവ് ആയിട്ടുള്ള 7.5% ആയിരുന്നു. ആക്ച്വൽ ഇൻഫ്ലേഷൻ, ഇപ്പൊ നമുക്ക് ഓരോ വർഷവും നമുക്ക് പണപ്പെരുപ്പം ഉണ്ടല്ലോ. നമ്മുടെ ഇൻകത്തിന്റെ ഒപ്പം തന്നെ പണപ്പെരുപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഇൻകത്തിന് വർധന ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോൾ റിയൽ ഇൻകം, മറ്റേ യഥാർത്ഥത്തിലുള്ള വരുമാന വർധനവ് 2005 മുതൽ 2012 വരെ യു പി എ ഭരണ കാലഘട്ടത്തിൽ 7% ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ 2016 മുതൽ 2021 ലേറ്റസ്റ്റ് കണക്കിൽ പറഞ്ഞ -1.5% ആണ് പറയുന്നത്. ഇത് സർക്കാരിന്റെ കണക്കുകളാണ്. അപ്പോ -1.5% എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കർഷകന് വരുമാന വർധന ഉണ്ടായിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള വരുമാന വർധന ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പൊ കർഷകർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഡിസ്ട്രസ് എന്ന് പറയുന്നത് രാസവളത്തിന്റെ ലഭ്യത കുറവാണ്. ആവശ്യത്തിനുള്ള രാസവളം കിട്ടുന്നില്ല. സബ്സിഡി, അതുകൊണ്ട് തന്നെ സബ്സിഡി കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയാണല്ലോ. നമുക്ക് ഇപ്പോഴും 50 തൊട്ട് 55% വരെ ആളുകൾ കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം തരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ വേണ്ടത്ര ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ആക്ഷേപമുള്ളത്. ഇപ്പൊ 1 lakh crores എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP എത്ര വരുന്നത്? അത് 1% പോലും വരുന്നില്ലല്ലോ. ഇപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 10 lakh crores 10 ലക്ഷം കോടി ചെലവഴിക്കുമ്പോൾ സബ്സിഡി ഇനത്തിലും ഈ കാർഷിക മേഖലയിൽ 1 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ ലെസ് ദൻ 1% ആണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് പോരാ. ഹെൽത്തിലും അതേപോലെ തന്നെ അഗ്രികൾച്ചറിലും കൂടുതൽ സ്പെൻഡിങ് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം റിയൽ ടൈം ആയിട്ട് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന, കർഷകർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ അതിന് കൂടുതൽ ഊന്നൽ നൽകണം. അതൊരു വിഷ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. കാരണം ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഊന്നൽ കാർഷിക മേഖലയിൽ അവർക്ക് സബ്സിഡി കൊടുക്കാനായിട്ടും കെമിക്കൽ വളങ്ങളുടെയും രാസവളങ്ങളുടെയും സബ്സിഡി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ആയുഷ്മാൻ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ 5,000 രൂപ എന്നുള്ള 8,000 രൂപയായിട്ട് അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം കൂടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് കാർഷിക വൃത്തിയുണ്ട്. ഇതേപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ സർക്കാരിന്റെ ഈ കഴിഞ്ഞ 2 വർഷത്തെ ബഡ്ജറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ലാർജ്ലി ഡ്രിവൺ ബൈ പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മൾ ക്യാപെക്സിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. ആ മേഖലയിൽ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രോത്ത് ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മളെ ഇതിന്റെ ട്രിക്കിൾ ഡൗൺ ഇഫക്ട്, ഇപ്പൊ ഒരു ഇക്കോണമിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായി വരുന്ന പൗരന് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ക്യൂഡ് ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നത്. അതൊരു വിമർശനാത്മകമായിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ ഡെവലപ്മെന്റ് എല്ലാ തലങ്ങളിലും ഒരേ രീതിയിലല്ല ഡെവലപ്മെന്റിന്റെ ബെനിഫിറ്റ്സ്, നമ്മളെ വികസനത്തിന്റെ ഗുണഫലങ്ങൾ എല്ലാ പൗരനിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു കോൺസെൻട്രേഷൻ വെൽത്ത് സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ സ്റ്റഡീസിൽ വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മളെ ഇതിന്റെ ചില കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വിശപ്പ് അനുഭവിക്കുന്ന ആളുകളുടെ ഇൻഡെക്സ് നമ്മളെ UPA കാലഘട്ടത്തിൽ 116 രാജ്യങ്ങളിൽ 42ാമത്തെ റാങ്കിങ് ആയിരുന്നു ഇന്ത്യക്കെങ്കിൽ ഇപ്പോ 10 വർഷത്തെ NDA ഭരണത്തിന് ശേഷം 116 അല്ലെങ്കിൽ 101 42ൽ നിന്ന് 101 നമ്മൾ താഴ്ത്തിയത്. അതായത് വിശപ്പ് അനുഭവിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു. അതേപോലെ അതിദരിദ്രര് 6.7 കോടിയായിരുന്നു UPA കാലഘട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ 13.4 കോടിയാണ്. ഏകദേശം ഇരട്ടിയാണ്. അപ്പോ അതിദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു. നമ്മൾ തന്നെ കണക്കിലുള്ള ഒരു വ്യക്തി ഇപ്പോ 2 മിനിറ്റ് മുമ്പ് ഈ TV-യിൽ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ സർക്കാരിന്റെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യത്തിൽ പറയുന്ന ഭക്ഷ്യസുരക്ഷയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നുള്ള അവകാശം ആ പരസ്യത്തിൽ കാണിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന 80 കോടി ജനങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസുരക്ഷ കൂടെ. അപ്പൊ 80 കോടി പാവപ്പെട്ടവർ ഇന്ത്യയിലുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്തോ? നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 28% പക്ഷെ സർക്കാർ ഇപ്പൊ ക്ലെയിം ചെയ്യുന്നത് 80% പേര് പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷയ്ക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഏതാ ശരി? 80% ഇന്ത്യയിലെ പാവപ്പെട്ടവരുണ്ടെന്ന് ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തോ? ഇതൊരു വലിയ വിഷയമാണ്. കാരണം ഈ വൈവിധ്യങ്ങളുടെ നാടായ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു വശത്തെ ഡെവലപ്മെന്റിൽ കൂടി മാത്രമേ നടക്കൂ എന്നാണ് എന്തായാലും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.